നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ദീപം 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 ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം. നമസ്കാരം. പഴമയുടെ അടയാളങ്ങൾ പോലും മാഞ്ഞു പോകുന്ന ഇക്കാലത്ത് നഷ്ടപ്പെടാൻ പാടില്ലാത്ത മൂല്യങ്ങളെ നാം കാത്തുവെക്കണം. സ്വാഗതം സന്ധ്യാദീപത്തിലേക്ക്. ഈശ്വര കൃപയുണ്ടെങ്കിൽ ജീവിതം ശാന്തവും സമാധാനവുമായി മുന്നോട്ടു പോകും. സന്ധ്യാനാമങ്ങൾ വെറും പ്രാർത്ഥനകൾക്കപ്പുറം തത്വചിന്തയുടെ തലത്തിലേക്ക് ഉയരുന്നു. ഇന്നത്തെ സന്ധ്യാനാമത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ശബരിഗിരീശ്വര മഹാമതേ ഹരിഹരപുത്ര നമോസ്തുതേ. ശബരിഗിരീശ്വര മഹാമതേ ഹരിഹരപുത്ര നമോസ്തുതേ. ഗണപതി സോദര ഗിരീശ്വര ഗുണഗണ നിലയ നമോസ്തുതേ. ഗണപതി സോദര ഗിരീശ്വര ഗുണഗണ നിലയ നമോസ്തുതേ. മുനിജന പൂജിത വരപ്രദ മഹിത മഹേശ്വര നമോസ്തുതേ. മുനിജന പൂജിത വരപ്രദ മഹിത മഹേശ്വര നമോസ്തുതേ. വൻപുലിവാഹന വനവാസിൻ പൊൻചുരികായുധ നമോസ്തുതേ. വൻപുലിവാഹന വനവാസിൻ പൊൻചുരികായുധ നമോസ്തുതേ. ശരണം ശരണം അയ്യപ്പ ശരണം ശരണം അയ്യപ്പ. ശരണം ശരണം അയ്യപ്പ ശരണം ശരണം അയ്യപ്പ. അഖിലാണ്ടേശ്വര അയ്യപ്പ മനസിജ മോഹന അയ്യപ്പ. അഖിലാണ്ടേശ്വര അയ്യപ്പ മനസിജ മോഹന അയ്യപ്പ. മോഹിനി സുതനെ അയ്യപ്പ മംഗളദായക അയ്യപ്പ. മോഹിനി സുതനേ അയ്യപ്പ മംഗളദായക അയ്യപ്പ. ധർമ്മസ്വരൂപ അയ്യപ്പ ധർമാലയ ശ്രീ അയ്യപ്പ. ധർമ്മസ്വരൂപ അയ്യപ്പ ധർമാലയ ശ്രീ അയ്യപ്പ. ധർമ്മ സംരക്ഷക ഭക്തപരിപാലക ശബരി ഗിരീശ അയ്യപ്പ. ധർമ്മ സംരക്ഷക ഭക്തപരിപാലക ശബരി ഗിരീശ അയ്യപ്പ. ഭൂദേശ പരമേശ സകലേശ ജഗദീശ കലിയുഗ വരദ അയ്യപ്പ. ഭൂദേശ പരമേശ സകലേശ ജഗദീശ കലിയുഗ വരദ അയ്യപ്പ. ശരണം ശരണം അയ്യപ്പ ശരണം ശരണം 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 അയ്യപ്പ. ശരണം ശരണം അയ്യപ്പ
ശരണം ശരണം അയ്യപ്പ ശരണം ശരണം അയ്യപ്പ ശരണം ശരണം അയ്യപ്പ ശരണം ശരണം അയ്യപ്പ ശരണം ശരണം അയ്യപ്പ ശരണം ശരണം അയ്യപ്പ ശരണം ശരണം അയ്യപ്പ. ഭക്തനു വേണ്ടി എന്തും ചെയ്യുന്ന മഹാദേവന്റെ കഥകളിലേക്ക് കഥയമമ തുടരുന്നു. സ്വാഗതം. എല്ലാ സജ്ജനങ്ങൾക്കും കഥയമമ്മയുടെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ശ്രീ മഹാദേവന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ആരാധനാ വസ്തു സാക്ഷാൽ വില്വപത്രം അല്ലെങ്കിൽ കൂവളം. ആ കൂവളത്തിൻ്റെ മാഹാത്മ്യവും അതുമായി ബന്ധപ്പെട്ട ഒരു കഥയുമാണ് ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ പ്രതിപാദിക്കുന്നത്. കഥയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഭഗവാന് എങ്ങനെയാണ് ഈ വില്വപത്രം അല്ലെങ്കിൽ കൂവളത്തില ഇത്ര പ്രാധാന്യമുള്ളതെന്നായിട്ട് മാറിയത് എന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. മഹാവിഷ്ണുവിന് തുളസി എത്രത്തോളം പ്രാധാന്യമാണോ, ഭഗവതിക്ക് ചുവന്ന പുഷ്പങ്ങൾ എത്രത്തോളം പ്രാധാന്യമാണോ, അതുപോലെ മഹാദേവനെ അർച്ചിക്കാനും മഹാദേവന് മാല ചാർത്താനും ഏറ്റവും അധികം പ്രാധാന്യം കൽപ്പിച്ചിട്ടുള്ള ഒരു വൃക്ഷമാണ് കൂവളം അല്ലെങ്കിൽ വില്വപത്രം. ഇതിന് നിരവധിയായിട്ടുള്ള ആയുർവേദ മൂല്യങ്ങളുമുണ്ട് എന്ന് നമുക്കറിയാം. ഭഗവാന് നിരവധിയായിട്ടുള്ള ഇത്തരം വസ്തുക്കളോട് പ്രിയമുണ്ട്. ഭഗവാൻ എപ്പോഴും ദേഹത്തണിയുന്ന വിഭൂതി ആയിക്കൊള്ളട്ടെ, ഭഗവാന്റെ തന്നെ കണ്ണുകളിൽ നിന്ന് ഉത്ഭവിച്ചിട്ടുള്ള രുദ്രാക്ഷം ആയിക്കൊള്ളട്ടെ, ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട വില്വപത്രമായിക്കൊള്ളട്ടെ, ഇതൊക്കെ ഭഗവാൻ മഹാദേവന്റെ പ്രിയപ്പെട്ട വസ്തുക്കളായിട്ടാണ് നാം നോക്കിക്കാണുന്നത്. അതിൽ ഒരു തരത്തിലുള്ള അകമ്പടികളുമില്ലാതെ, ഒരു തരത്തിലുള്ള കൂട്ടിച്ചേർക്കലുകളുമില്ലാതെ വെറും ഒരു കൂവളത്തില കൊണ്ട് മാത്രം ഭഗവാനെ പ്രസാദിപ്പിക്കാൻ പറ്റും എന്ന് തെളിയിച്ച നിരവധിയായിട്ടുള്ള ഭക്തർ മഹാദേവനുണ്ടായിട്ടുണ്ട്. ഭഗവാന്റെ മുമ്പിൽ സ്നേഹത്തോടുകൂടി ഭക്തിയോടുകൂടി ഒരു കൂവളത്തില സമർപ്പിച്ചാൽ തന്നെ ഭഗവാൻ വലിയ സന്തോഷത്തിൽ നാം ആഗ്രഹിക്കുന്നത് എന്തും തന്ന് നമ്മെ അനുഗ്രഹിക്കും എന്ന് ഭഗവാൻ നിരവധിയായിട്ടുള്ള തവണ തെളിയിച്ചിട്ടുള്ളതുമാണ്. ഇത്തരത്തിലുള്ള ഒരു കഥയാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇത് ശിവരാത്രി മഹാത്മ്യത്തിൽ ബന്ധപ്പെട്ട് വരുന്ന ഒരു കഥയാണ്. ഒരിക്കൽ ഒരു രാജാവ്, അദ്ദേഹം രാത്രി നായാട്ടിന് പുറപ്പെട്ട അദ്ദേഹം വഴി തെറ്റിപ്പോയി. നിരവധിയായിട്ടുള്ള വഴികളിലൂടെയൊക്കെ അദ്ദേഹം അലഞ്ഞു തിരിഞ്ഞു. അദ്ദേഹത്തിനൊപ്പം വന്ന സൈനികരെയോ വേട്ടയ്ക്ക് വേണ്ടി വന്ന പടയാളികളെയോ ആരെയും തന്നെ കാണാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് ഒരു കുടം വെള്ളം മാത്രമാണ്. ഭക്ഷണം കിട്ടാതെ വിശന്ന് വലഞ്ഞ് അദ്ദേഹം കാട്ടിലൂടെ നിരവധിയായിട്ടുള്ള ദൂരം സഞ്ചരിച്ചു. ഒരുപാട് ക്രൂര മൃഗങ്ങളുള്ള കാടാണ്. ഇനിയും രാത്രി സഞ്ചരിച്ചാൽ തൻ്റെ ജീവന് അത് അപകടമാവും എന്ന് കരുതിയ രാജാവ് ഒരു മരത്തിൻ്റെ മുകളിൽ പോയി അഭയം പ്രാപിക്കാനായി തീരുമാനിച്ചു. അദ്ദേഹം അവിടെ എവിടെയോ കണ്ട ഒരു വലിയ വൃക്ഷം, ആ വൃക്ഷത്തിൻ്റെ മുകളിലേക്ക് എങ്ങനെയൊക്കെയോ കയറിപ്പോയി. രാത്രി ഉറങ്ങിക്കഴിഞ്ഞാൽ ഈ വൃക്ഷത്തിൻ്റെ മുകളിൽ നിന്ന് താഴെ വീണ് പരിക്ക് പറ്റുമോ എന്ന് അദ്ദേഹത്തിന് തോന്നി. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഉറങ്ങിപ്പോവാതിരിക്കാനായി ആ വൃക്ഷത്തിൻ്റെ മുകളിൽ ഇരുന്നു കൊണ്ട് ഓരോ സമയത്തും അതിനകത്തുള്ള ഓരോ ഇലകൾ പറിച്ചെടുത്ത് താഴേക്ക് എറിഞ്ഞുകൊണ്ടേയിരുന്നു. ഒരിക്കലും ഉറക്കം വന്ന് തൻ്റെ ബോധം നഷ്ടപ്പെട്ടു പോവരുത് എന്ന് കരുതിയാണ് അദ്ദേഹം അത് ചെയ്തത്. അങ്ങനെ പുലർച്ചെ നേരം വെളുത്തു. അദ്ദേഹം ഒരു അപകടവും ഇല്ലാതെ തന്നെ പടയാളികളുടെ അടുത്ത് പോയി അദ്ദേഹത്തിൻ്റെ രാജ്യത്തേക്ക് തിരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹം സ്വർഗത്തിൽ ചെന്നു. അദ്ദേഹത്തോട് അവിടെയുള്ള ആളുകൾ പറഞ്ഞു, അങ്ങേക്ക് ഭഗവാൻ മഹാദേവന്റെ വലിയ പ്രസാദം ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് അങ്ങേക്ക് ഈ സ്ഥാനം കിട്ടിയത്. അത് വളരെ രസകരമായിട്ടുള്ളൊരു രീതിയിലാണ് ഭഗവാനെ അങ്ങ് പ്രസാദിപ്പിച്ചത്. ആ കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് ദേവന്മാരിൽ ചിലർ അദ്ദേഹത്തോട് പറഞ്ഞ കഥയാണിത്. അവർ പറഞ്ഞു, അല്ലയോ രാജാവേ, അങ്ങ് ഈ കാട്ടിൽ അകപ്പെട്ട ദിവസം ഒരു ശിവരാത്രി ആയിരുന്നു. അങ്ങ് അഭയം പ്രാപിച്ച മരം അതൊരു വില്വപത്രത്തിൻ്റെ, അതൊരു കൂവളത്തിൻ്റെ മരമായിരുന്നു. ആ കൂവളത്തില കൊണ്ട് ശിവരാത്രി ദിവസം അങ്ങ് താഴേക്ക് ഉറക്കം വരാതിരിക്കാനായി ഇലകൾ എറിഞ്ഞപ്പോൾ ആ ഓരോ കൂവളത്തിലയും വന്നു വീണത് മഹാദേവന്റെ വിഗ്രഹമുണ്ടായിരുന്നു താഴെ, അതിനു മുകളിലാണ്. ഒപ്പം അങ്ങയുടെ കയ്യിലുണ്ടായിരുന്ന ആ ദാഹജലത്തിൻ്റെ കുടം അത് പൊട്ടി അതിൽ നിന്ന് ധാരധാരയായി മഹാദേവന്റെ വിഗ്രഹത്തിലേക്ക് ധാര അർപ്പിക്കാനും അങ്ങേക്ക് സാധിച്ചു. ശിവരാത്രി ദിവസം ഉറക്കം ഒഴിച്ചതുകൊണ്ടും അന്നേ ദിവസം ഭഗവാന് ധാര നടത്തിയതുകൊണ്ടും അന്നേ ദിവസം ഭഗവാനെ ഏറ്റവും വിശേഷപ്പെട്ട വില്വപത്രം കൊണ്ട് അർച്ചിച്ചതുകൊണ്ടും
അങ്ങേക്ക് ഈ സ്ഥാനത്തെത്താൻ സാധിച്ചു എന്നാണ് അവർ പറഞ്ഞത്. അദ്ദേഹം ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഭഗവാനോട് നന്ദി പറയുന്നു. ഭഗവാനെ, ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ല അങ്ങയെ ഉപാസിച്ചത്, അറിയാതെയാണ് ഇതൊക്കെ ചെയ്തത്, അതിന് പോലും അങ്ങ് എനിക്ക് ഈ ഫലം തന്നു. അപ്പം ഞാൻ ആലോചിക്കുകയാണ്, ഭഗവാനെ, അങ്ങയെ അറിഞ്ഞു ഉപാസിച്ചാൽ, അങ്ങയെ അറിഞ്ഞുകൊണ്ട് പൂജിച്ചാൽ, അങ്ങയെ ഭക്തിയോടുകൂടി സ്നേഹിച്ചാൽ അങ്ങ് എന്താണ് തരാൻ സാധിക്കാത്തത്? അങ്ങേക്ക് തരാൻ സാധിക്കാത്തതായിട്ട് ഈ ലോകത്ത് എന്താണുള്ളത്? അങ്ങ് തരുന്ന വസ്തുക്കളിൽ ഏറ്റവും ചെറുതല്ലേ ഭഗവാനെ മോക്ഷം എന്ന് മഹാദേവനോട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. മഹാദേവന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തന്മാരിൽ ഒരാളായിട്ടുള്ള കണ്ണപ്പനും ഇതുപോലെ ഒരു ശിവലിംഗത്തിന് മുകളിൽ നിന്ന മരം പിടിച്ചു കുലുക്കുകയും അതൊരു കൂവളമരമായി തീരുകയും ആ കൂവളമരത്തിൽ നിന്ന് നിരവധിയായിട്ടുള്ള കൂവളത്തിലകൾ ഭഗവാന്റെ വിഗ്രഹത്തിലേക്ക് അർച്ചിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവരൊക്കെ ചിലപ്പോൾ അറിഞ്ഞുകൊണ്ടായിരിക്കില്ല ഇതൊന്നും ചെയ്തിട്ടുണ്ടാവുക. അവരുടെ ആ ഒരു അറിവ് കൊണ്ട് എന്തോ അവർ പ്രവർത്തിച്ചു. പക്ഷെ ഭഗവാൻ അതുപോലും എത്ര വലിയ സ്നേഹമായിട്ടാണ് കണക്കാക്കുന്നത്. തന്നെ അറിഞ്ഞല്ല അവർ നോക്കിയതെന്ന് അറിഞ്ഞിട്ട് പോലും അവരോട് തിരിച്ച് ഭഗവാൻ കാണിക്കുന്ന സ്നേഹം എത്രത്തോളം വലുതാണ്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, മഹാദേവൻ എന്ന് പറയുന്നത് അത്യന്തം നിഷ്കളങ്കമായിട്ടുള്ള, ഏറ്റവും അധികം തൻ്റെ ഭക്തരെ സ്നേഹിക്കുന്ന ഒരു ചൈതന്യമാണ്. ആ ഭഗവാനെ അറിഞ്ഞ് ഭജിക്കാനുള്ള ഒരു ഉപാധിയാണ് വില്വപത്രം അല്ലെങ്കിൽ കൂവളം. നിങ്ങൾക്ക് എന്തും ഭഗവാന് കൊടുക്കാം. കണ്ണപ്പൻ വായിൽ വെള്ളം നിറച്ച് ശിവലിംഗത്തിലേക്ക് തുപ്പിയാണ് ഭഗവാന് ധാര നടത്തിയത് അത്രേ. അതുപോലും ഭഗവാൻ സ്വീകരിച്ചു. അപ്പോൾ സ്നേഹത്തോടുകൂടി ഭക്തിയോടുകൂടി ഒരു കൂവളപ്പൂവെടുത്ത് ഭഗവാന്റെ ശിവലിംഗത്തിൽ അർപ്പിച്ച് ഭഗവാന്റെ പഞ്ചാക്ഷര മന്ത്രം ഒരു തവണ ജപിച്ച് ഒരു ദിവസമെങ്കിലും പ്രദോഷവ്രതം എടുത്ത് ഭഗവാനെ ഉപാസിക്കുന്ന ആളുകൾക്ക് ഭഗവാൻ എന്താണ് കൊടുക്കാതിരിക്കുക? കൈവല്യം ഭഗവാൻ തരുന്നതിൽ ഏറ്റവും ചെറിയ വസ്തുവാണ് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അങ്ങനെയുള്ള ആ മഹാദേവനെ ഏത് ഉപാധി ആയിക്കൊള്ളട്ടെ, വിഭൂതി ആയിക്കോട്ടെ, രുദ്രാക്ഷ ആയിക്കോട്ടെ, കൂവളായിക്കോട്ടെ, എന്തും നമ്മുടെ മനസ്സിൻ്റെ പ്രതീകമായിട്ട് ഭഗവാന് കൊടുക്കുക. ഒരു കൂവളത്തിലെ കയ്യിൽ പിടിച്ചിട്ട് ഭഗവാനെ ഇതാ ഞാൻ അങ്ങേക്ക് കൂവളം സമർപ്പിക്കുന്നു എന്നുള്ളതല്ലാതെ ഇതെൻ്റെ ആത്മാവാണ്, ഇതെൻ്റെ മനസ്സാണ്, ഇത് ഭഗവാനെ ഞാനിതാ അങ്ങേക്ക് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് വില്ലുപത്രം കൊണ്ട് അർച്ചന നടത്താൻ നമുക്ക് സാധിക്കട്ടെ. അപ്പോഴായിരിക്കും കാലകാലനായിട്ടുള്ള നീലകണ്ഠനായിട്ടുള്ള ആ ഭഗവാൻ കൂടുതൽ സന്തോഷിക്കുക എന്ന് ഞാൻ കരുതുന്നു. മഹാദേവൻ്റെ പരമഭക്തരായിട്ടുള്ള നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ മനസ്സാകുന്ന കൂവളത്തിലകൾ കൊണ്ട് ആ ഭഗവാന്റെ തൃക്കാലുകളെ പൂജിക്കാനുള്ള ഭാഗ്യം ഭഗവാൻ തന്നെ തരട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അധ്യായത്തിൽ നിന്ന് വിടവാങ്ങുന്നു. മറ്റൊരു കഥയുമായി, മറ്റൊരു ദേവതാ ചൈതന്യത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ശിവമാഹാത്മ്യം വിവരിച്ചുകൊണ്ട് തുടർന്ന കഥയമമ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു ദേവസങ്കല്പവുമായി അടുത്തയാഴ്ച കഥയമമ തുടരും. ഇനി ദീപാരാധന കാഴ്ചയിലേക്ക്. ഷടാനനം കുങ്കുമരക്തവർണം മഹാമതിം ദിവ്യമയൂരവാഹനം രുദ്രസ്യ സൂനം സുരസൈന്യനാഥം ഗുഹം സദാ ശരണമഹം പ്രപദ്യേ. ഹൈന്ദവ ആരാധനയിലെ ദേവീദേവന്മാരുടെ പുരാണ കഥകളേറെയും വടക്കേ ഇന്ത്യയും പരിസര പ്രദേശങ്ങളും പശ്ചാത്തലമാക്കിയുള്ളവയാണ്. എന്നാൽ അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് സുബ്രഹ്മണ്യന്റെ കഥ. കൈലാസത്തിലെ വാസസ്ഥാനം ഉപേക്ഷിച്ച് ദക്ഷിണ ഭാരതത്തിലെ ദ്രാവിഡ ജനതയ്ക്കിടയിലെത്തി കുടികൊണ്ട ദേവനാണ് സുബ്രഹ്മണ്യൻ. അതുകൊണ്ട് തന്നെ തെക്കേ ഇന്ത്യയിൽ ധാരാളം സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങൾ കണ്ടുവരുന്നു. മനസ്സിലെ മയിൽവാഹനത്തിൽ മരുവുമെൻ വേലായുധ ഹരിഗീതപുരവാസ ശത്രുഹര. തിരുവനന്തപുരം നഗരമധ്യത്തിൽ തമ്പാനൂരിനും ഭരണസിരാകേന്ദ്രമായ സ്റ്റാച്യുവിനും ഇടയ്ക്കായി പുത്തൻചന്ത എന്ന ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന് ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട്. അത് മതിലകം രേഖകളിൽ വ്യക്തമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എൻ ദുരിതങ്ങളകറ്റുന്ന സ്കന്ദ മുരുക മനസ്സിലെ മയിൽവാഹനത്തിൽ മരുവുമെൻ
വേലായുധ. തലക്കുളത്ത് തമ്പി എന്നറിയപ്പെട്ടിരുന്ന വേലായുധൻ ചെമ്പകരാമൻ തമ്പി തിരുവിതാംകൂറിന്റെ ദളവയായി നിയമിതനാകുന്ന കാലം, അതായത് AD 1801. ഇന്നത്തെ തമിഴ്നാട്ടിൽ ഉൾപ്പെട്ട കന്യാകുമാരി ജില്ലയിലുള്ള തലക്കുളത്ത് ജനിച്ചു വളർന്ന വേലുത്തമ്പിയുടെ പ്രധാന ആരാധനാമൂർത്തി കുമാരകോവിൽ മുരുകനായിരുന്നു. എന്നാൽ തൊഴിൽപരമായ കാര്യങ്ങൾ തിരുവനന്തപുരത്ത് താമസമാക്കിയതോടെ നിത്യേന കുമാരകോവിൽ സന്ദർശിക്കുന്നതിന് സാധ്യമല്ലാതെ വന്നു. ആ സാഹചര്യത്തിൽ തിരുവനന്തപുരത്ത് ഒരു ക്ഷേത്രം പണിത് ബാലസുബ്രഹ്മണ്യനെ പ്രതിഷ്ഠിക്കാൻ അദ്ദേഹം ഉത്തരവിട്ടു. അപ്രകാരമാണ് മേലെ തമ്പാനൂർ പുത്തൻചന്ത ഭാഗത്തായി ഒരു ക്ഷേത്രപ്പണി ആരംഭിച്ചത്. മുരുകന്റെ തിരുനാമ കീർത്തനം പതിവായി പാടുന്ന മനസ്സിനുള്ളിൽ, മുരുകന്റെ തിരുനാമ കീർത്തനം പതിവായി. AD 1808 ക്ഷേത്ര നിർമ്മാണം ആരംഭിച്ചതെന്ന് മതിലകം രേഖകളിൽ കാണുന്നു. ആ രേഖ പ്രകാരം ഇവിടെ പ്രതിഷ്ഠ നടന്നത് 1809, അതായത് കൊല്ലവർഷം 983 ഇടവം 19 പുരാരേഖകൾ പ്രകാരം 2000 പണമാണ് ക്ഷേത്ര നിർമ്മിതിക്കായി അക്കാലത്ത് ചെലവാക്കപ്പെട്ടത്. അതാകട്ടെ ഒരു ചില്ലിക്കാശ് പോലും പൊതുഖജനാവിൽ നിന്ന് എടുക്കാതെ സ്വന്തം വരുമാനത്തിൽ നിന്നാണ് ദളവ ചെലവഴിച്ചതെന്നും അതിൽ കാണുന്നു. വേലുത്തമ്പി ദളവയുടെ കാലത്ത് തന്നെ പ്രതിഷ്ഠിക്കപ്പെട്ടു എന്ന രേഖകളിൽ നിന്ന് വായിച്ചറിഞ്ഞിട്ടുള്ള ഈ അമ്പലത്തിൽ മുരുകൻ ബാലഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. വേലുത്തമ്പിയുടെ നീതിബോധത്തിനും ഈശ്വരനോടുള്ള അർപ്പണ മനോഭാവത്തിനും തെളിവാണ് ഈ രേഖ നൽകുന്ന വിവരങ്ങൾ. എന്നാൽ 1809 മാർച്ച് 29 ബ്രിട്ടീഷുകാരാൽ വേട്ടയാടപ്പെട്ട തമ്പി മണ്ണടിയിൽ എത്തിച്ചേർന്നു. ശത്രുവിന് പിടികൊടുക്കാതെ ജീവത്യാഗം ചെയ്ത അദ്ദേഹത്തിന് ഈ ക്ഷേത്രത്തിൽ വന്ന് തന്റെ ആരാധനാമൂർത്തിയെ ഒരിക്കലെങ്കിലും ആരാധിക്കാൻ കഴിഞ്ഞില്ല എന്നത് ദുഃഖകരമായ സത്യമായി അവശേഷിക്കുന്നു. ആദ്യകാലങ്ങളിൽ ക്ഷേത്രഭരണം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര ഭരണസമിതിയാണ് നടത്തിവന്നത്. എന്നാൽ 1950 ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ക്ഷേത്രഭരണം തിരുവിതാംകൂർ ദേവസ്വത്തിന് കൈമാറി. ശ്രീകോവിൽ, നമസ്കാര മണ്ഡപം, നടപ്പന്തൽ എന്നിങ്ങനെ ഒരു ക്ഷേത്രത്തിന് വേണ്ട എല്ലാ നിർമ്മിതികളും ഏതാണ്ട് 65 സെന്റ് സ്ഥലം അടങ്ങുന്ന ക്ഷേത്രവളപ്പിൽ കാണാം. ഹരനർത്തനം കണ്ട നേത്രങ്ങളിൽ ഒളിതൂവും ബ്രഹ്മാണ്ഡ സൗന്ദര്യവും. ശ്രീകോവിലിൽ കിഴക്ക് ദർശനമായി പ്രതിഷ്ഠിച്ചിരിക്കുന്ന സുബ്രഹ്മണ്യന്റെ ശിലാവിഗ്രഹത്തിന് 105 സെന്റിമീറ്റർ ഉയരമുണ്ട്. ചതുർബാഹുവായാണ് സുബ്രഹ്മണ്യൻ ഇവിടെ കുടികൊള്ളുന്നത്. വലത്ത് മുകളിലത്തെ കരത്തിൽ വാളും ഇടത്ത് മുകളിലെ കരത്തിൽ വേലും ധരിച്ചിരിക്കുന്നു. വലത് താഴെയുള്ള കൈയിൽ അഭയമുദ്രയും ഇടത് താഴെയുള്ള കൈയിൽ വരദമുദ്രയും ധരിച്ചാണ് ദേവസേനാപതിയായ സുബ്രഹ്മണ്യൻ ഇവിടെ കുടികൊള്ളുന്നത്. ഗണപതി, ശിവൻ, അയ്യപ്പൻ എന്നീ ആരാധനാമൂർത്തികളും ഇവിടെ ഉപദേവതമാരായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. ഗണപതി, ഗുരുവിൻ്റെ ഭാവത്തിൽ മഹാദേവൻ, ശാസ്താവ്, സർപ്പങ്ങൾ, ഇത്രയും പേരാണ് ഈ അമ്പലത്തിലെ പ്രധാന പ്രതിഷ്ഠകൾ. പിന്നെ മറ്റ് പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ശ്രീ അയ്യപ്പൻ കുടികൊള്ളുന്ന ക്ഷേത്രം. അപ്പോൾ ഇത് ശബരിമലയിലേക്ക് നിർമ്മിച്ച വിഗ്രഹം ആണെന്നാണ് പറയപ്പെടുന്നത്. തിരുവിതാംകൂറിൽ നിന്നും ശബരിമലയിലേക്ക് വിഗ്രഹപ്രതിഷ്ഠ ആവശ്യമായി വന്നപ്പോൾ അതിനു വേണ്ടിയിട്ട് നിർമ്മിച്ച 3 പഞ്ചലോക വിഗ്രഹങ്ങളിൽ ഒന്നാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. പഞ്ചാമൃതം, അപ്പം, അരവണ എന്നിവയാണ് ഇവിടത്തെ പ്രധാന നിവേദ്യങ്ങൾ. തുലാമാസത്തിലെ സ്കന്ദഷഷ്ടിയാണ് പ്രധാന ഉത്സവം. വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക, മകരത്തിലെ തൈപ്പൂയം, ഇടവത്തിലെ വൈശാഖ വിശാഖം തുടങ്ങി ദിനങ്ങളും ഇവിടെ ആഘോഷങ്ങളാണ്. വൈകാശി വിശാഖം, തൈപ്പൂയം എന്നിവയൊക്കെയാണ് ഈ അമ്പലത്തിൽ പ്രധാന ആട്ടവിശേഷങ്ങളായിട്ട് ആചരിച്ചു വരുന്നത്. അതിൽ
സ്കന്ദഷഷ്ടി, തുലാമാസത്തിൽ വരുന്ന ഷഷ്ടിയാണ് ഇവിടുത്തെ ഉത്സവം. 6 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം. അതിൽ നാനാദേശത്തു നിന്നുള്ള ഭക്തജനങ്ങൾ ഇവിടെ ഷഷ്ടിവ്രതം എടുക്കാനായി വരുന്നുണ്ട്. മുരുക മുക്കണ്ണൻ മകനെ ഗുഹനെ പാഹിമ. ക്ഷേത്രങ്ങളാൽ സമൃദ്ധമായ തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയഭാഗത്ത് വേലുത്തമ്പിയുടെ സ്വപ്നക്ഷേത്രം അനേകം ഭക്തർക്ക് സ്വപ്ന സാക്ഷാത്കാരം നേകി നിലകൊള്ളുന്നു. മനസ്സിലെ മയിൽവാഹനത്തിൽ മരുവുമൻ വേലായുധ ഹരിഗീത പുരവാസ ശത്രുഹര ദുരിതങ്ങളകറ്റുന്ന സ്കന്ദ മുരുക. മനസ്സിലെ മയിൽവാഹനത്തിൽ മരുവുമൻ വേലായുധ ഹരിഗീത പുരവാസ ഹരിഗീത പുരവാസ. ഭൂമിയും ആകാശവും ജലവും വായുവും എല്ലാം ശുദ്ധമായിരിക്കട്ടെ. ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു. നന്ദി.